നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടാന പ്രശ്നം പരിഹരിക്കാനെത്തിയ മന്ത്രി ഷിബു ബേബി ജോണിന്റെ മുന്നിൽ സാക്ഷാൽ കാട്ടാന. വനമന്ത്രിയെ വനപാലകർക്കൊപ്പം കാട്ടാനയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഷിബു ബേബി ജോൺ തന്നെയാണ് ഈ ഒരു കുറിപ്പ് പങ്കുവച്ചത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്നലെ ചാലക്കുടി അതിരപ്പള്ളി പ്രദേശത്തെ രൂക്ഷമായ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള അടിയന്തര യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. യാത്രാമധ്യേ ഞങ്ങളുടെ വഴിക്ക് കുറുകെ ഒരു കാട്ടാന കടന്നു വന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആനയെ തുരത്തിയ ശേഷം മന്ത്രി മുന്നോട്ട് പോയി എന്ന നിലയിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഭാഗികമായി തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്: യാത്രക്കിടയിൽ വഴിയുടെ കുറുകെ ഒരു കാട്ടാന നിൽപ്പുണ്ടായിരുന്നു. കാടിന്റെ വന്യജീവികളുടെ സ്വാഭാവികതയെ മാനിച്ചുകൊണ്ട് ആനയെ ഒട്ടും അസ്വസ്ഥനാക്കാതെ ഞങ്ങൾ ഏകദേശം 20 മിനിറ്റോളം തികച്ചും നിശബ്ദമായി വഴിവക്കിൽ കാത്തുനിന്നു. ആന സ്വമേധയാ കാട്ടിനുള്ളിലേക്ക് മറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോയത്. വന്യജീവികളോട് പുലർത്തേണ്ട കരുതലും ആദരവും പാലിച്ച് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. വന്യജീവികളുടെ സ്വാഭാവിക ജീവിതം ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായുള്ള കൃത്യമായ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനപാലകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അതിരപ്പള്ളി മേഖലയിലെ കാട്ടാന ശല്യത്തിന് ഉടൻ തന്നെ ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയുടെ വീഡിയോ ദൃശ്യം സഹിതമാണ് മന്ത്രി കുറിപ്പ് പങ്കുവച്ചത്. ചാർപ്പപ്പാലം പരിസരത്താണ് ചുള്ളിക്കൊമ്പൻ എന്ന കാട്ടാന റോഡിൽ ഇറങ്ങി വഴി തടഞ്ഞത്. രാത്രി 8:30 റോഡിൽ കാണപ്പെട്ട ആനയെ നേരത്തെ 2 വട്ടം വനം ജീവനക്കാർ ഉൾക്കാട്ടിലേക്ക് തുരത്തിയെങ്കിലും വീണ്ടും ആന കാടിറങ്ങി വരികയായിരുന്നു. 10 മിനിറ്റോളം വാഹനങ്ങൾക്ക് മുൻപിൽ നിന്നും മാറാതെ നിലയുറപ്പിച്ച ആനയെ വനപാലകർ കാട്ടിലേക്ക് കയറ്റിവിട്ടു. അതിനുശേഷമാണ് മന്ത്രിക്കും കൂട്ടർക്കും യാത്ര തുടരാൻ സാധിച്ചത്. വനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് അദ്ദേഹം വാഴച്ചാൽ സന്ദർശിക്കുന്നത്. അതേസമയം ഇടയ്ക്കാണ് കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടത്. വെറ്റിലപ്പാറ സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. വീടിന്റെ പരിസരത്തിറങ്ങിയ കാട്ടാനയെ മോഹനനും അനിയൻ രതീഷും കൂടി പന്തം കത്തിച്ച് ഓടിക്കുന്നതിനിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആനയുടെ ചവിട്ടേറ്റ് വീണ മോഹനനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈശ്ശേരി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഈ പ്രദേശത്തുള്ള കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഓടിക്കുവാൻ ഏത് സമയത്തും വിളിച്ചാൽ ഓടിയെത്തുന്ന ആളായിരുന്നു മോഹനൻ. ഈ സംഭവത്തിന് പിന്നാലെ നിർണായകമായ ചില നടപടികൾ കൂടി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി റെജി ജോണും അതുപോലെ തന്നെ ഷിബു ബേബി ജോണും ഒക്കെ അവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ വിഹരിക്കുകയും മനുഷ്യർക്ക് അപകടകാരികളുമായ ആനകളെ ഉൾക്കാടുകളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനായി 100 അംഗങ്ങൾ ഉൾപ്പെട്ട് കർമ്മസേന രൂപീകരിക്കും. DCF അടക്കമുള്ള സീനിയർ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കും. ഇവരുടെ റിപ്പോർട്ട് അതാത് ദിവസങ്ങളിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി, എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, ചാലക്കുടി MLA സനീഷ് കുമാർ എന്നിവർക്ക് നൽകണം. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ 24 മണിക്കൂറും ആംബുലൻസ് സൗകര്യം നൽകാൻ തീരുമാനിച്ചു. അതിരപ്പള്ളി പഞ്ചായത്ത് മുൻപ് സമർപ്പിച്ചിരുന്ന കർമ്മസേന പ്രൊജക്ട് അംഗീകരിക്കാൻ തീരുമാനമായി. കാടുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസൃതമായാണോ ആനകളുടെ എണ്ണം എന്ന പഠനം നടത്താൻ ഇന്ത്യൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിക്കാനും തീരുമാനമായി. ആ റിപ്പോർട്ട് അനുസൃതമായി തുടർ നടപടികൾ സ്വീകരിക്കും. PWD റോഡുകളുടെ അടിക്കാടുകൾ വെട്ടുന്നത് സംബന്ധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ എറണാകുളം, തൃശൂർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനമായി. വനാതിർത്തിയിൽ 20 മീറ്റർ വരെയുള്ള വിസ്ത ക്ലിയറൻസ് നടപ്പാക്കും. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിന് AI ടൂളുകളും ഹാക്കിംഗ്, സോളാർ ഫെൻസിംഗും പ്രിൻസിംഗ് ആവശ്യമുള്ളിടത്ത് അതും നടത്തി ഇന്റഗ്രേറ്റഡ് പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തും. ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളിൽ സമയബന്ധിതമായി മെയിൻ്റനൻസ് നടത്തുന്നതിന് പഞ്ചായത്തും കർഷകരും ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.